ബി.ജെ.പിയുടെ അടുത്ത സംസ്ഥാന അധ്യക്ഷനാര്? കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി കേരളത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണിത്. ബി.ജെ.പിയെ സംബന്ധിച്ച് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ അധ്യക്ഷ സ്ഥാനം ഒഴിയുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങൾ വളരെ കുറച്ചു കാലം നിലനിന്നിരുന്നു. അതിനുശേഷം പിന്നെ അഥവാ കെ സുരേന്ദ്രൻ മാറുകയാണെങ്കിൽ പകരക്കാരനായി ആരായിരിക്കും തലപ്പത്തേക്ക് എത്തുക എന്നുള്ള ചോദ്യമായിരുന്നു പിന്നീട് സ്ഥാനം പിടിച്ചത്. പിന്നീട് ആ ചോദ്യം ഉയർന്നു വന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ നിരവധി പേരുകളും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതിനെ ചൊല്ലി നിരവധി സംഘർഷങ്ങളും പോർവിളികളും എല്ലാം തന്നെ ബി.ജെ.പിയിൽ കണ്ടതാണ്. ഈ സംഘർഷങ്ങളും പോർവിളികളെല്ലാം തന്നെ ഒരർത്ഥത്തിൽ പ്രത്യക്ഷമായിട്ടല്ല എങ്കിലും ബി.ജെ.പിക്ക് അകത്തെ ആഭ്യന്തര കലഹങ്ങളായും തന്ത്രങ്ങളായും തന്നെ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷമാണ് പിന്നീട് നടന്ന 31 ജില്ലകളായി തരംതിരിച്ചുകൊണ്ടുള്ള ആ ജില്ലാ പ്രസിഡന്റുമാരെ നിശ്ചയിക്കുന്ന തീരുമാനത്തിലേക്കെല്ലാം തന്നെ എത്തുന്നത്. 31 ജില്ലാ പ്രസിഡന്റുമാരെ തീരുമാനിക്കുന്ന ഘട്ടത്തിൽ പോലും വീണ്ടും വലിയ തരത്തിലുള്ള പൊട്ടിത്തെറി ബി.ജെ.പിയിൽ ഉണ്ടായി എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാണ്. കെ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവരെ ചുമതലകളിലേക്ക് എത്തിക്കാനുള്ള നീക്കം നടന്നു എന്നുള്ള വലിയ തരത്തിലുള്ള വിമർശനമുണ്ടായിരുന്നു. സുരേന്ദ്രനെ സംബന്ധിച്ച് സുരേന്ദ്രന്റെ അധ്യക്ഷ സ്ഥാനം നഷ്ടമാവുകയാണ് എങ്കിൽ അപ്പോഴും അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചരട് വേണം എന്നുള്ള നിർബന്ധം കൊണ്ടാണ് അത്തരമൊരു നീക്കം ഉണ്ടായിരുന്നത് എന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ എതിർത്തുകൊണ്ട് വലിയ തരത്തിലുള്ള വിമത നീക്കമുണ്ടായിരുന്നു. ആ വിമത നീക്കമെല്ലാം തന്നെ മാറ്റി നിർത്തപ്പെട്ടത് അഥവാ തടഞ്ഞത് RSSന്റെ ഇടപെടലായിരുന്നു. അത് ഇല്ലായിരുന്നുവെങ്കിൽ ആ വിമതരെല്ലാം ഇന്ന് കോൺഗ്രസിലേക്ക് എത്തിയേനെ. കാരണം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള ചരടുവലികളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. KPCCയുടെ സൂക്ഷ്മമായ നിരീക്ഷണമുണ്ടായിരുന്നു. സന്ദീപ് വാര്യരെ കൂടെ ചേർന്നുകൊണ്ട് വലിയ തരത്തിലുള്ള ആ വിമതരെയെല്ലാം തന്നെ കോൺഗ്രസിലേക്ക് നീക്കാനുള്ള തീവ്ര ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും പാലക്കാട് പോലുള്ള ബി.ജെ.പിക്ക് വലിയ തരത്തിൽ സ്വാധീനമുള്ള ഒരു മേഖലയിൽ, പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ വിമതരെയെല്ലാം തന്നെ കൂടെ കൂട്ടുക എന്ന അജണ്ട കോൺഗ്രസിന് യഥാർത്ഥത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ RSSനെ സംബന്ധിച്ച് ബി.ജെ.പിയിലെ അണികളെയാണെങ്കിലും വിമതരെയാണെങ്കിലും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടത് ഉള്ളതുകൊണ്ടും പെട്ടെന്നൊരു ദ്രുതഗതിയിലുള്ള ഒരു ഇടപെടലായിരുന്നു RSSന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് എന്നും പറയാം. എന്തു തന്നെയാണെങ്കിലും ഇപ്പോൾ ബി.ജെ.പിയെ സംബന്ധിച്ച് ബി.ജെ.പിയുടെ അധ്യക്ഷ സ്ഥാനത്തെ സംബന്ധിച്ചുള്ള ചർച്ചകളെല്ലാം തന്നെ അവസാന ലാപ്പിലെത്തിയിരിക്കുകയാണ്. ആദ്യം മുതലേ ഉയർന്നു കേൾക്കുന്ന പേരുകൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ആദ്യത്തേത് ശോഭാ സുരേന്ദ്രന്റെ തന്നെയാണ്. ശോഭാ സുരേന്ദ്രന് ശേഷം പിന്നീട് MT രമേശിന്റെ പേരും വി മുരളീധരന്റെ പേരും ഒടുവിൽ രാജീവ് ചന്ദ്രശേഖരന്റെ പേര് പോലും ഉയർന്നു കേട്ടിരുന്നു എന്നുള്ളതാണ്. രാജീവ് ചന്ദ്രശേഖരന് ഒരുപക്ഷെ കേരളത്തിലേക്ക് വരാനുള്ള താല്പര്യക്കുറവുണ്ടായിരുന്നു. കേരളത്തിലേക്ക് അദ്ദേഹം വരികയാണെങ്കിൽ അദ്ദേഹത്തിന് മറ്റ് വ്യവസായപരമായിട്ടുള്ള മറ്റു കാര്യങ്ങളെല്ലാം തന്നെ വലിയ തരത്തിലുള്ള ക്ഷീണം ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം ഒഴിഞ്ഞു മാറിയെന്നുള്ള വാർത്തകളെല്ലാം തന്നെ പ്രചരിച്ചിരുന്നു. പക്ഷേ അപ്പോഴും കേരളത്തിലെ പ്രവർത്തകർക്കെല്ലാം തന്നെ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിലേക്ക് വരണമെന്നും അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കണമെന്നുമുള്ള ആഗ്രഹമുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളും അഭ്യൂഹങ്ങളെല്ലാം തന്നെ പരക്കെ വ്യാപിച്ചിരുന്നു. എന്തു തന്നെയാണെങ്കിലും ഇപ്പോൾ ഈ അഭ്യൂഹങ്ങളെല്ലാം തന്നെ ഇവിടെ അവസാനിക്കുകയാണ്. ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് 3 പേരുകൾ മാത്രം ഇപ്പോൾ ഉയർന്നു കേൾക്കുകയാണ്. ആ 3 പേരിൽ ഒരാൾ തന്നെയായിരിക്കും ബി.ജെ.പിയുടെ അധ്യക്ഷനാകാൻ പോവുക എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഈ വിവരം അനുസരിച്ച് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ആ 3 പേരിൽ ഇപ്പോഴും ആദ്യമായി തന്നെ നിൽക്കുന്നത് ശോഭാ സുരേന്ദ്രന്റെ പേരാണ്. രണ്ടാമത് MT രമേശുണ്ട്, പിന്നെ വി മുരളീധരനുമുണ്ട്. ഈ 3 പേരിൽ ആരെങ്കിലുമായിരിക്കും സംസ്ഥാനത്ത് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരിക എന്നുള്ളതായിരിക്കും നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ. സംസ്ഥാന അധ്യക്ഷന് വേണ്ടിയുള്ള ശോഭാ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്നുള്ള വലിയ തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു. അതിന് വലിയ തരത്തിൽ വിമർശിക്കപ്പെടുകയും വലിയ തരത്തിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ കൃഷ്ണദാസ് പക്ഷത്തിന്റെ ഭാഗത്തു നിന്നും MT രമേശിനെയും ഉയർത്തി കാണിച്ചിട്ടുണ്ടായിരുന്നു. MT രമേശ് സംസ്ഥാന അധ്യക്ഷനാകണമെന്നുള്ള ആവശ്യം മുറുകെ പിടിക്കുന്നതും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നതും കൃഷ്ണദാസ് പക്ഷം തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് വി മുരളീധരന്റെ ഭാഗത്തു നിന്നും ഒരു നിശബ്ദ നീക്കം തന്നെയായിരുന്നു. ചിലപ്പോഴെല്ലാം കെ സുരേന്ദ്രനുമായി ഒത്തുചേർന്നു പോകുന്ന നിലപാടുകളിലേക്ക് പോലും വി മുരളീധരൻ എത്തിയിരുന്നു എന്നുള്ളതാണ്. ആദ്യമെല്ലാം തന്നെ ഇരുചേരികളിലുള്ള 2 നേതാക്കൾ എന്നെല്ലാം വിശേഷിപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിലും അവസാന കാലഘട്ടങ്ങളിലെ ചില നിലപാടുകൾ പരിശോധിക്കുന്ന സാഹചര്യത്തിൽ വി മുരളീധരന്റെ നിലപാട് അത് സ്വാഭാവികമായും കെ സുരേന്ദ്രനോട് ഒത്തുപോകുന്ന നിലപാടിലേക്ക് നീങ്ങിയിരുന്നു. ശോഭാ സുരേന്ദ്രനെതിരെയുള്ള ചില നീക്കങ്ങളെല്ലാം തന്നെ വി മുരളീധരന്റെ നിശബ്ദമായ ഒരു കടന്നുകയറ്റം ഉണ്ടായിരുന്നു. ആ കടന്നുകയറ്റമെല്ലാം തന്നെ വലിയ തരത്തിലുള്ള എന്തെല്ലാമോ രാഷ്ട്രീയ നീക്കങ്ങൾ ബി.ജെ.പിയിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയായി തന്നെ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇനിയിപ്പോൾ എന്ത് തന്നെയാണെങ്കിലും സംസ്ഥാന അധ്യക്ഷനെ സംബന്ധിച്ച അവസാനത്തെ പട്ടിക പുറത്തു വന്നിരിക്കുകയാണ്. ആ അവസാനത്തെ പട്ടികയിൽ സ്വാഭാവികമായും ശോഭാ സുരേന്ദ്രനും വി മുരളീധരനും MT രമേശും എല്ലാം തന്നെ ഒരുമിച്ച് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഘടകം.
BJP-യിൽ ഇത്തരത്തിലുള്ള വലിയ പൊട്ടിത്തെറികളെല്ലാം തന്നെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ RSSന്റെ ഇടപെടലുണ്ടായിരുന്നു. മാത്രമല്ല ഈ പൊട്ടിത്തെറികളെല്ലാം കൊണ്ട് തന്നെ ദേശീയ നേതൃത്വത്തിന്റെ നേരിട്ടുള്ള ഇടപെടലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എത്രയും പെട്ടെന്ന് തന്നെ സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്തണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ആ സംസ്ഥാന അധ്യക്ഷനെ കണ്ടെത്തണമെന്ന തീരുമാനത്തിലേക്ക് എത്തുന്നതിന്റെ ഭാഗമായി തന്നെയാണ് പെട്ടെന്ന് തന്നെ ജില്ലാ പ്രസിഡന്റുമാരെ നിശ്ചയിച്ചത്. ജില്ലാ പ്രസിഡന്റുമാരെ നിശ്ചയിച്ച് ഒരാഴ്ചയ്ക്കകം തന്നെ സംസ്ഥാന അധ്യക്ഷനിലേക്ക് എത്തുമെന്നുള്ള വാർത്തകളും മുൻപ് പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ആദ്യമെല്ലാം BJP-യെ സംബന്ധിച്ച് ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറയുന്നത് പ്രവർത്തകർക്കും യുവാക്കൾക്കും എല്ലാ മേഖലയിൽപ്പെട്ടവർക്കും ഒരേപോലെ ഉൾക്കൊള്ളാൻ പറ്റുന്ന വ്യക്തിയായിരിക്കണം ഇനി അടുത്ത സംസ്ഥാന അധ്യക്ഷനായി വരുന്നത് എന്ന ഒരു നിർബന്ധം യഥാർത്ഥത്തിൽ BJP-യെ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ പേരെല്ലാം ഉയർന്നു കേട്ടിട്ടുണ്ടായിരുന്നത്. എന്തു തന്നെയാണെങ്കിലും ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ പേരെല്ലാം തന്നെ മാറ്റി നിർത്തപ്പെടുകയാണ്. പക്ഷേ അപ്പോഴും BJP മുന്നോട്ട് വയ്ക്കുന്ന ചില ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനം സാമുദായിക വോട്ടുകൾ തന്നെയാണ്. ആ സാമുദായിക വോട്ടുകളെ കൂടെ നിർത്തുകയും അതേസമയം തന്നെ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഇനി വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലാണെങ്കിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന വലിയ അജണ്ടയും ഇപ്പോഴത്തെ BJP നേതൃത്വത്തെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയും. കാരണം ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് അവർ മത്സരിച്ച രംഗത്തെല്ലാം തന്നെ അഥവാ മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം തന്നെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും വോട്ട് വർധനവ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും സ്ത്രീ വോട്ടർമാരെ കൂടെ കൂട്ടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതും എല്ലാം തന്നെ അവരുടെ മേന്മയായി തന്നെ എടുത്തു പറയേണ്ട ഘടകങ്ങൾ തന്നെയാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രന്റെ പേരിന് അല്പം കൂടി സാധ്യത കൂടുതലുണ്ട് എന്ന് പറയുന്നത്.